ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അങ്ങനെ ഇപ്രാവശ്യം പറയുന്നില്ല, കാരണം ഇത് ഇച്ചിരി പഴയ വീഡിയോ ആണ്. ഒത്തിരി ലേറ്റായി പോസ്റ്റ് ചെയ്യാൻ. പക്ഷെ നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് വരുമെന്ന് പറയുന്ന പോലെ ഈ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇവിടം എന്ന് പറയുന്നത് നമ്മൾ പൂനെ പോയ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടായി. ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. നല്ല ക്ലൈമറ്റായിരുന്നു അവിടെ. പൂനെ എപ്പോഴും ക്ലൈമറ്റിന് നല്ല സുഖമാണ്. കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നല്ലൊരു കുളിരുള്ള, ഞങ്ങൾ പോയ ജൂൺ ജൂലൈ സമയമായിരുന്നു എന്നിട്ട് പോലും. പക്ഷേ ആ സമയമായതുകൊണ്ട് തന്നെ റെയിൻ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ റെയിൻ വരും, അതുപോലെ തന്നെ സ്പീഡിൽ പോവുകയും ചെയ്യും. ഇവിടുത്തെ ഡാമോ പ്രദേശം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. Okay. ആ ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഇത് റോഡുകൾ നോക്കി എന്ത് മനോഹരമാണ്. ആ സൈഡിലുള്ള മരങ്ങളും അതിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീലിംഗ്. പക്ഷേ ഏറ്റവും രസം, അതായത് ചിലപ്പം പേടിയും തോന്നുന്നത് ഇങ്ങനെ മഞ്ഞ് പെട്ടെന്ന് മൂടും. അപ്പം സൂക്ഷിച്ച് ലൈറ്റൊക്കെ ഇട്ട് പോകണം. അതുപോലെ റോഡാണെങ്കിലും വളരെ ചെറിയതാണ്. പക്ഷേ മഞ്ഞ് വരുന്ന അതേ സ്പീഡിൽ തന്നെ അത് തിരിച്ചു പോകുമെന്നുള്ളതാണ് വേറെ ഒരു രസം. 5 മിനിറ്റിനുള്ളതായിരിക്കും, നോക്കുമ്പോൾ റോഡൊന്നും കാണത്തില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം നല്ല ക്ലിയർ ആയിരിക്കും. അതും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് താഴത്തുള്ള വ്യൂ കാണാം. ഇപ്പം തന്നെ റോഡ് ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. Wow. Yeah. Be careful, huh? Yeah, we can see the mountain. കുറച്ച് മുമ്പേ ആ കാറ് കയറിപ്പോയത് കണ്ടില്ലേ? ആ സെയിം ഏരിയ തന്നെയാണിത്. നോക്കി ഇപ്പോൾ എന്ത് ക്ലിയർ ആയെന്ന്. പെട്ടെന്നാണ് അവിടെ മഞ്ഞ് മൂടുന്നതും മഞ്ഞിറങ്ങുന്നതും. അതുപോലെ തന്നെ ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവർ പറയുന്നുണ്ട് സേഫ്റ്റി ഉണ്ട്, ലൈഫ് ജാക്കറ്റ് തരും, ആൾക്കാരുണ്ടെന്നൊക്കെ. പക്ഷേ നമ്മൾ ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ പോയില്ല. ഈവൻ ക്യാമലിൻ്റെ പുറത്തും കുതിരയുടെ പുറത്തുമൊക്കെ കയറാനൊക്കെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എന്ന് പറയുന്നത് അവിടെ ഒരു കടയിൽ നമ്മൾ മേടിച്ചാണ് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ്. അതായത് അവിടെ അടുത്തുള്ള ഏരിയയിൽ തന്നെ ഉണ്ടാകുന്ന, അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണത്. ഈ മൗണ്ടൻ്റെ പേരാണ് ടേബിൾ ടോപ്പ് മൗണ്ടൻ. ഇത് നല്ല ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു മൗണ്ടൻ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ കാണത്തില്ല. നോക്കി അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ വെള്ളമൊക്കെ. ഈ പ്രദേശം കണ്ട ആർക്കെങ്കിലും തോന്നും ഇതൊരു ഒരു മൗണ്ടൻ്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഒരിക്കലും പറയത്തില്ല. അത്രയ്ക്ക് ഫ്ലാറ്റാണ് ഈ മൗണ്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.